ഭീകര സംഘടനയായ തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നതായും തങ്ങളുടെ പ്രവർത്തന ശൃംഖല വ്യാപിപ്പിക്കുന്നതായും റിപ്പോർട്ട്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി മേഖലയിലാണ് TTP പ്രധാനമായും പ്രവർത്തിക്കുന്നത്. വർഷങ്ങളോളം പാകിസ്ഥാനിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘടനയാണ് പാക് താലിബാൻ എന്നറിയപ്പെടുന്ന TTP. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശമാണ് TTPയുടെ പ്രധാന പ്രവർത്തന മേഖല. ബംഗ്ലാദേശുമായി 4000 കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്ന ഇന്ത്യയ്ക്ക് ഈ ഭീകര സംഘടനയുടെ സാന്നിധ്യം ഏറെ ആശങ്ക നൽകുന്നതാണ്. ബംഗ്ലാദേശിലെ സുരക്ഷാ രഹസ്യവിഭാഗങ്ങൾ ഈ വിഷയം അവഗണിച്ചിരിക്കുന്നു എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ബംഗ്ലാദേശിൽ നിന്ന് 2 പേരെ പാക് താലിബാൻ റിക്രൂട്ട് ചെയ്തിരുന്നുവെന്നതിന്റെയും അവർ പാകിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് സഞ്ചരിച്ചതിന്റെയും വ്യക്തമായ തെളിവുകൾ ഇന്ത്യയ്ക്ക് ലഭിച്ചിരുന്നു. ഇതിലൊരാൾ പാകിസ്ഥാൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം നിലംപൊത്തിയതിനു ശേഷമാണ് ബംഗ്ലാദേശിൽ TTPയുടെ പ്രവർത്തനം വർദ്ധിച്ചത്. കൂടാതെ മറ്റു ചില ജിഹാദി സംഘടനകളുടെ പ്രവർത്തനം ബംഗ്ലാദേശിൽ വർദ്ധിച്ചതായാണ് റിപ്പോർട്ട്. TTPയുമായി ബന്ധമുള്ള 2 പേരെ ജൂലൈയിൽ ബംഗ്ലാദേശ് ഭീകരവിരുദ്ധ യൂണിറ്റ് അറസ്റ്റ് ചെയ്തതായി ധാക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെയിലി സ്റ്റാറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 2017 ബംഗ്ലാദേശ് പോലീസ് സേനയുടെ ഭാഗമായി ATU പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ ജൂലൈ 14 TTPയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ ഷാമിൻ മഹ്ഫസ് എന്നയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഭീകര സംഘടനയിലേക്കുള്ള റിക്രൂട്ട്മെന്റും സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചതിനുമായിരുന്നു അറസ്റ്റ്. ബംഗ്ലാദേശിലെ കൂക്കിച്ചിൻ നാഷണൽ ഫ്രണ്ടുമായും ഇയാൾക്ക് ബന്ധമുണ്ട്. മറ്റു ചിലരെയും ഭീകരപ്രവർത്തനങ്ങളുടെ പേരിൽ അടുത്തിടെ അറസ്റ്റ് ചെയ്തിരുന്നു. ഭീകര സംഘടനകളുടെ പ്രവർത്തന ശൃംഖല വ്യാപിക്കുന്നതിന്റെ സൂചനകളാണ് ഇവയെല്ലാം വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിനെതിരായി 2007 രൂപീകരിച്ച തീവ്രവാദ ശൃംഖലകളുടെ സഖ്യമാണ് തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ അഥവാ പാകിസ്ഥാൻ താലിബാൻ. പാകിസ്ഥാനിലെ ഫെഡറൽ ഭരണത്തിലുള്ള ഗോത്രവർഗ മേഖലകളിലും പാകിസ്ഥാനിലെ പഖ്തൂൺഖ്വ പ്രവിശ്യയിലും ഭരണകൂടത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കുകയാണ് TTPയുടെ പ്രധാന ലക്ഷ്യം. പാകിസ്ഥാനിലുടനീളം ശരീഅത്ത് നടപ്പിലാക്കുക, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സഖ്യസേനയെ പുറത്താക്കുക, പാക് സർക്കാരിനെ അട്ടിമറിക്കുന്നതിനായി പാകിസ്ഥാനിലൊരു ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുക തുടങ്ങിയവയാണ് TTPയുടെ മറ്റ് ലക്ഷ്യങ്ങൾ. TTPയുടെ മുഖ്യ ടാർഗറ്റുകളിൽ ഒന്നാണ് അമേരിക്ക. US-നെ ആക്രമിക്കുമെന്ന് 2008 TTP പരസ്യപ്രഖ്യാപനവും നടത്തിയിരുന്നു. 2010 ടൈംസ് സ്ക്വയറിൽ നടന്ന ആക്രമണത്തിൽ TTP ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒസാമ ബിൻ ലാദന്റെ മരണത്തിന് പ്രതികാരമായി അമേരിക്കയും യൂറോപ്പിനെയും ആക്രമിക്കുമെന്ന് 2011 TTP വക്താവ് പ്രഖ്യാപിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിലുള്ള ഇടപെടലിന് UK ആക്രമിക്കുമെന്നും 2012 TTP ഭീഷണി മുഴക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്.